കോഴിക്കോട് ഇങ്ങാപ്പുഴ കുപ്പായക്കോട് വനിതാ സംരംഭകയുടെ സ്ഥാപനം അടച്ചുപൂട്ടാൻ ഇടയാക്കിയ സ്വത്ത് തർക്കത്തിൽ ഉടമയ്ക്ക് അനുകൂല വിധി. CPM കൊടികുത്തിയതിന് പിന്നാലെ സ്ഥാപനം അടച്ചുപൂട്ടിയിരുന്നു. ഈടായി നൽകിയ വീടടക്കം 6 കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ ബാങ്ക് ജപ്തി ചെയ്തതോടെ വഴിയാധാരമായ ഉടമ ടോണി ജോസഫ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഒരു സംരംഭം തുടങ്ങിയതിൻ്റെ പേരിൽ മാത്രം ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും അനുഭവിച്ച പീഡനങ്ങൾക്ക് യാതൊരു കയ്യും കണക്കുമില്ല. ഒരു 7-8 വർഷമായിട്ട് കേസുകൾ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു കേസ് വന്നതോടുകൂടി ഞങ്ങൾക്ക് നാട്ടിലും അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയിൽ വരെ ഇവർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നുള്ളതാണ്. ഈ കേരളത്തിലൊരു സംരംഭം നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 10 വർഷം ഇവിടെ എന്താണ് നടന്നതെന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണിത്. സർക്കാർ ഉദ്യോഗസ്ഥർ CPMന് വേണ്ടിയിട്ട് കൊട്ടേഷൻ വർക്ക് ചെയ്ത അവരുടെ പേരിൽ ശക്തമായ നടപടിയെടുക്കും. കാരണം വ്യക്തമായ തെളിവാണ്. ഭരണകാലത്ത് കാട്ടിയ നെറികേടുകൾക്ക് CPMന് തിരിച്ചടി കിട്ടുകയാണ് എന്നും ത്രിപുരയും ബംഗാളും കേരളത്തിൽ ആവർത്തിക്കുമെന്നും DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും പ്രതികരിച്ചു. ഭരണകാലത്ത് CPM ചെയ്ത ക്രൂരതകളിൽ ഒന്നാണിത്. അതായത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ CPM ചെയ്ത ഓരോന്നും അവർക്ക് തിരിച്ചടിയല്ല. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളിൽ തിരിച്ചടി കിട്ടി. ഇപ്പോൾ ഓരോ നടപടിയിലും അവർക്ക് തിരിഞ്ഞുകുത്തുകയാണ്. ഇപ്പോൾ ആ പാർട്ടിക്കകത്തുനിന്ന് നേതൃത്വത്തിനെതിരെ തിരിച്ചടി വരുന്നു. ഇതപ്പോൾ കോടതി ഇരുന്നു. ഇനിയെങ്കിലും ഇത്തരം അനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് CPM ഇത്തരം പ്രവൃത്തി പിന്മാറണം. ഒരിക്കലും പാഠം പഠിക്കുന്ന ലക്ഷണം കാണുന്നില്ല. പക്ഷെ പാഠം പഠിച്ചില്ലെങ്കിൽ ആ പാർട്ടിയുടെ വാട്ടർലൂ ആയിരിക്കും കേരളത്തിലും ഉണ്ടാവാൻ പോകുന്നത്. ത്രിപുരയിലും ബംഗാളിലും പോലെ വാട്ടർലൂ ആവും. അതാവാതെ നോക്കുന്നത് ആ പാർട്ടി നല്ലതാണ്. AK അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, ഇപ്പോൾ ഉടമയ്ക്ക് അനുകൂലമായ കോടതി വിധി ഉണ്ടായിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ സ്വത്തുക്കളടക്കം തിരികെ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുമോ? മധു, 2018 നമ്മളടക്കം വലിയ തരത്തിൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അവിടെ CPM കൊടി കെട്ടുന്നു, അതോടൊപ്പം തന്നെ ആ സ്ഥാപനം അടച്ചുപൂട്ടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിന് പിന്നാലെ ബാങ്ക് ജപ്തിയും അതോടൊപ്പം തന്നെ ഏതാണ്ട് 6 കോടി രൂപയുടെ സ്വത്തുവകകൾ ജപ്തി ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. 2014 ഇദ്ദേഹം വാങ്ങിയ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട അതിർത്തി തർക്കവും അതോടൊപ്പം തന്നെ സ്വത്ത് തർക്കവുമാണ് ഇതിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് CPM ഇടപെടുകയും പ്രാദേശിക നേതൃത്വം ഇടപെടുകയും ഇക്കാര്യത്തിൽ മധ്യസ്ഥ വഹിക്കുകയും ചെയ്തു. പക്ഷേ ഒരു തരത്തിലും മധ്യസ്ഥ ശ്രമങ്ങൾ മുന്നോട്ട് പോയില്ല. ഇതിനോടുകൂടിയാണ് CPM ഇക്കാര്യത്തിൽ കൊടികുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. അതിന് പിന്നാലെ തന്നെ ഈ ടോണി എന്ന് പറയുന്ന ഉടമയ്ക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ക്രിമിനൽ കേസാണ്, അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കേസിലാണ് ഇപ്പോൾ ഒരു നിർണായക വിധി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും 1 കോടി രൂപയുടെ സാധനങ്ങളായിരുന്നു അല്ലെങ്കിൽ ലോണായിരുന്നു അന്ന് എടുത്തത്. അതിന് പകരമായി 6 കോടിയുടെ സ്വത്തുക്കൾ വെക്കുകയും ചെയ്തിരുന്നു. ഇതാണിപ്പോൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇയാൾ പാപ്പരായി കഴിഞ്ഞു. പിന്നീട് ഇവിടുന്ന് പലായനം ചെയ്ത് പാലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. ഈ കേസിൽ വിധി വന്നെങ്കിൽ പോലും ഈ സ്വത്തുവകൾ തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല താൻ എന്നാണ് ഇപ്പോൾ ടോണി വ്യക്തമാക്കുകയും ചെയ്തത്. കാരണം അതിനൊരു വലിയ തരത്തിലുള്ള നിയമ പോരാട്ടം നടത്തേണ്ടതുണ്ട്. പക്ഷേ നീതി നടപ്പിലാക്കി അതോടൊപ്പം തന്നെ ഒരു സ്വയം സംരംഭം നടത്താൻ കേരളത്തിലെ മണ്ണ് അനുയോജ്യമല്ല എന്നുള്ള ദുഃഖകരമായ കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്നിപ്പോൾ DCC പ്രസിഡന്റ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് CPM കഴിഞ്ഞ കാലത്ത് ചെയ്ത പ്രവൃത്തികളുടെ ഫലമാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ തിരിച്ചടി നൽകുന്നു. അതോടൊപ്പം തന്നെ ഇനിയും തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ത്രിപുരയും ബംഗാളും അടക്കം ഇനിയും കേരളത്തിൽ ആവർത്തിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അവരുടെ ഭാഗത്ത് വരുന്നു. ഏതായാലും ഒരു സ്വയം സംരംഭകനെ സംബന്ധിച്ച് വേദനാജനകമായ ഒരു കാര്യമാണ് സംഭവിച്ചത് എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാം. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.